ഞാനിങ്ങെത്തി. മമ്മി. ആനേ, നീ എത്തിയോ? നീ എപ്പോൾ ഓരോന്ന് വിചാരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുമായിരുന്നു ഞാൻ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? മമ്മി കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കാകെ 2 പീരീഡ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്നാമത്തെ പീരീഡ് മൊത്തം പ്രോഗ്രാം ആയിരുന്നു. സോ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ആ, ശരി ശരി ശരി. എങ്കിൽ നീ പോയി ഫ്രഷ് ആയിട്ടോ. നല്ല ക്ഷീണമുണ്ട് നിനക്ക്. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? നീ പോയി ഫ്രഷ് ആയി വാ. അത് ഉമ്മ പറഞ്ഞ ശരിയാ, നല്ല ക്ഷീണമാണ് എനിക്ക്. അതുകൊണ്ട് അത് ഫുഡ് എടുക്കും ഉമ്മി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. മമ്മി പ്ലീസ് ആദ്യം ഫുഡ് എടുക്കും. കുളിക്കാത്ത ഒറ്റ ഒരെണ്ണത്തിനും എൻ്റെ കൈ കൊണ്ട് പച്ച വെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഹ, അതിനീ ബീഗം ചാവണം. ആദ്യം നീ പോയി കുളി. മമ്മി, ഞാനൊരു സാറാണ്, അത് ഓർമ്മ വേണം, കേട്ടല്ലോ. ശരിയാടാ, നീ സാറ് തന്നെ, ഞാൻ സമ്മതിച്ചു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് നിന്റെ കോളേജിൽ മതി ഹാനെ. നീ അമൻഷായത് തന്നെ, അതവിടെ. ഇവിടെ നീ വെറും ഹാൻ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. അതിനപ്പുറം നീ ഒന്നും പറയണ്ട. പോടാ. പോ. ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ എപ്പോഴേ പോയി. ഹാ, ഇനി ഇവിടെ നിന്നാ പോരാളിയുടെ, അതുകൊണ്ട് മുങ്ങുന്നതാണ് ബുദ്ധി. എസ്കേ. അങ്ങനെ നമ്മുടെ അമൻഷായത് കുളിച്ച് ഫ്രഷായി വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് പ്രോഗ്രാമിൻ്റെ പിക്ക് കാണുന്നത്. അങ്ങനെ പ്രോഗ്രാമിൻ്റെ പിക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന നമ്മുടെ ഗീതുവിൻ്റെ പിക്ക് അമൻ സാർ കാണുന്നത്. ഓ, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. നോക്കി നിന്ന് പോവാൻ ആരായാലും. ഓഫ് മൈ ഗാഡ്. ഡാ ചെറുക്ക ഹാനെ, നീ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ? ഇല്ല പട്ടിക്കെടുത്ത് കൊടുക്ക് ഞാൻ. മര്യാദയ്ക്ക് വന്നോ ഹാനെ. ഡാ ഹാനെ. എന്റെ പഠിച്ചോനെ, വന്ന് വന്ന് പട്ടിക്കുള്ള വില പോലും ഇല്ലല്ലോ. ഈശ്വരാ. ഡാ ഹാനെ, നീ വരുന്നുണ്ടോ അതോ ഇല്ലയോ? ആ ഉമ്മി, ദാ വരുന്നു. ഇപ്പൊ വരാം ഉമ്മി. ഹോ, ഈ സ്പീച്ച് കണ്ടുപിടിച്ചോനെ ഓലക്കൊണ്ട് തല്ലി 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 തല്ലിക്കൊല്ലണം. ഹോ, എൻ്റെ മേ. പറയും പോലെ പ്രോഗ്രാമിൻ്റെ പിക്ക് വന്ന് കാണുമല്ലോ, നോക്കട്ടെ. ഏ ഈശ്വര, എന്നെ കാണാൻ എന്തിനു കൊള്ളു. ഏതോ നിന്നെ കാണാനായിട്ട് ഗൗരി വന്നേക്കുന്നു. ചെല്ലങ്ങാട്ട്, വേഗമാവട്ടെ. ഓ പിന്നെ അവൾ അങ്ങോട്ട് ചെന്ന് മോൻ കാണിക്കാം. അവളാര് രാജ്ഞിയ? വേണമെന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ. രാജ്ഞിയല്ലടി കോപ്പേ, നിന്റെ അമ്മായി. എന്തേ എന്തേ വിശേഷിച്ച അമ്മായി ഈ വഴിക്ക്? എന്തു പറ്റി? അമ്മോ, നോ മരുമോളുടെ സുഖവിവരം തിരക്കാനായി ഇറങ്ങിയതാ. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ ഉണ്ണിക്ക്? അന്നോ എൻ്റെ അമ്മായിയെ നോം അറിഞ്ഞിരുന്നില്ല. ലേശം കുറവുണ്ട്, ഇച്ചിരി കൂട്ടുകാരനൊക്കെ ആവോ? ആന്നോ എൻ്റെ കുഞ്ഞി? സുഖം ഒട്ടുമില്ല. എങ്ങനെ സൂചിക്കണ്ടേ? നിനക്ക് സുഖം കൂടിപ്പോയതിൻ്റെ കുഴപ്പം. വേണേ പിടി. പിന്നെ സ്പീച്ചിന് നാളെ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ? ഓക്കേടാ, ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊള്ളാം. നീയും പ്രിപ്പയർ ചെയ്യുമല്ലോ അല്ലേ? അല്ലേ? പക്ഷേ ഇതെന്ത് തൈരി? എൻ്റെ പൊന്നു കൊച്ചെ, നിനക്ക് പ്രാന്തായ? ഞാൻ പോണേ. ബൈ. ഓക്കേടാ, ബൈ. ചലോ. ഷടാ, ഗീതു എന്നെ കണ്ടില്ലല്ലോ. ആ, ഇനിയിപ്പോ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. മറ്റോള് വന്ന്, ബട്ട് ഗീതാഞ്ജലി. ആ, ഇനി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് നോക്കാം. ഷടാ, അവളെപ്പോഴും കണ്ടില്ലല്ലോ. ചിലപ്പോൾ മുകളിൽ നിന്ന് കൈ കഴുകണം, വേസ്റ്റ് കളയാൻ വരുമായിരിക്കും. അപ്പം നോക്കാം. ഷോ, വേസ്റ്റ് കളയാനോ അവള് വന്നില്ല. ആ, ചിലപ്പോൾ അവളിന്ന് വന്ന് കാണില്ലായിരിക്കും. ഷടാ, ഇത് വലിയ കഷ്ടമായി പോയല്ലോ. അന്നത്തെ ദിവസം ഗീതുവിനെ കാണാത്ത പരിഭവത്തിൽ അമൻ സാറ് വിഷമിച്ച് ക്ലാസ് എടുക്കാനൊക്കെ പോയി. എങ്ങനെ ക്ലാസ് എടുത്താൽ എന്തോ പാവം. പ്രണയം മനുഷ്യനെ അന്ധനും മൂകനും ബദിരനും പൊട്ടനും ഒക്കെ ആക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അമൻ സാറ്. പാവം. എന്താ അല്ലേ? ഈശ്വരന്മാരെ, പഠിച്ചോനെ, പ്രോഗ്രാം ഡേ ആയിട്ട് ഇന്നെങ്കിലും അവള് വരണേ.
ഈശ്വര, അവള് വരണേ. ഗീതു. Yay! ചിക്ക 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 ചിക്ക. പഠിച്ചോടി. ഹേ ഗായ്സ്, നമ്മുടെ അമൻ ഷായദ് സാറിന് ഭ്രാന്തായിരിക്കുന്നു. ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി ഇയാൾ തുള്ളിച്ചാടുന്നു. അപ്പോൾ ഇത് ഭ്രാന്ത് തന്നെ. ഗായ്സ്, എന്തായാലും വരാനുള്ള വഴി തങ്ങൂല. എന്തിനാവോന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ? ഗീതു ഇനി എപ്പോഴാണ് അവ വരാ? പ്രോഗ്രാം തുടങ്ങുകയും ചെയ്തു. മനുഷ്യരാണെങ്കിൽ ബോറും ഓടിക്കുന്നു. ഗീതു ഇനി എപ്പോഴാണോ എന്തോ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് 411 ഗീതാഞ്ജലി ഫ്രം സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്. Oh my god, why my heart is beating so fast? Why my heart is beating like this? എന്റെ പഠിച്ചവനെ, എനിക്കിതെന്തോ പറ്റി? എന്തോ പറ്റാമൻ സാറേ? സാറിന് വയ്യേ? സാറിന് മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല സാറേ. എനിക്കൊരു പ്രോബ്ലവും ഇല്ല. എന്തോ പറ്റി സാറ് ചോദിച്ചേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ പറ്റി? ലീവ് ഇറ്റ്. സാറിന് മുഖം കണ്ടപ്പോൾ എന്തോ എനിക്കങ്ങനെ ചോദിക്കണമെന്ന് തോന്നി. ഒരു വയ്യായിക ഫീൽ ചെയ്തു, അതാ ചോദിച്ചേ. അങ്ങനെയെങ്കിൽ സാർ ഇവിടെ നിൽക്കും. ഞാൻ ഒന്ന് പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം. സാറ് വിളിക്കുന്നു. എന്നാൽ സാറ് താമസിപ്പിക്കണ്ട, അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക്. ഇവിടെ ഞാൻ നിന്നോളാം. ശ്യാം സാറ് പോയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ എല്ലാം കണ്ടുപിടിച്ചത്. കത്തേന് ഇപ്പം ശ്യാമിനല്ല. ദേവി, രക്ഷപ്പെട്ട്. എനിക്ക് ഇത് സെറ്റായിട്ടാണ് നീ എല്ലാം പറയുന്നത്. എനിക്ക് വയ്യ. അമൻ സാർ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി രക്ഷയില്ല. ഗീതാഞ്ജലിയിൽ ആഴ്ന്നിറക്കി കഴിഞ്ഞിരിക്കുന്നു അമൻ ഷായദ്. എന്തൊക്കെ പറഞ്ഞാലും അവൾ നിന്നെ ഇപ്പോഴൊന്നും മൈൻഡ് ചെയ്യാൻ പോണില്ല. അതങ്ങനെയാണ്. അവൾ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. വളരെ നല്ല കുട്ടിയാണ് അവൾ, സത്യം. അതുകൊണ്ട് അവൾ ഇപ്പോഴൊന്നും നിന്നെ മൈൻഡ് ചെയ്യില്ല അവനെ. അതുകൊണ്ട് നീ പരിശ്രമിച്ചിട്ടും കാര്യമേ ഇല്ല. പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ആരെങ്കിലും നമ്മൾ തന്നെ. എന്തായാലും അവൾ കാണാൻ പോണില്ല. സാറേ, ഇനി ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അതിന് എപ്പോഴാ? അമൻ സാറേ, അത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. ഒരു 5 സെക്കൻഡ് അത്രേ ഉള്ളൂ. ഇപ്പം തുടങ്ങുമായിരിക്കും. ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ. എനിക്കാണെങ്കിൽ ബോറടിക്കുന്നുണ്ട് സാറേ. എൻ്റെ പൊന്നമ്മനെ, നീ പറയുന്ന കേട്ടാ തോന്നുമല്ലേ ഞാൻ ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നിൽക്കണേന്ന്. എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലടേ. പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഏറ്റവും പിറകിലും നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഡേയ്, എന്തരടേ നീയൊക്കെ അവിടെ ചെയ്യുന്ന? ഡേയ്, എന്തരടേ നിനക്കൊക്കെ അവിടെ ഫോണിൽ പരിപാടി? സത്യം പറയടാ. എൻ്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? നമ്മളിവിടെ ലൂഡോ കളിക്കാനായിട്ട് നോക്കിയിരുന്നു. അപ്പം ഇവർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ഒരു 2 പേരും കൂടെ വേണം. ലൂഡോയാ? പിന്നെ നമ്മളിവിടെ നിന്ന് നിൽക്കുന്ന അവനെ, നിനക്ക് ലൂഡോ കളിക്കാൻ അറിഞ്ഞൂടേടാ? ഇവനൊക്കെ വലിയ പുള്ളിയാണ്ടേ. നിങ്ങളിട്, നമ്മളുണ്ട് കളിക്കാൻ. ഇവിടെ ആരും കാണത്തുമില്ല. ഇട് വേഗം ഓട്ട്. അത് തന്നെ, നിങ്ങളെടുക്ക് പിള്ളേരെ ലൂഡോ. ഞാനും സാറൊക്കെ എത്ര പ്രാവശ്യം ഇരുന്ന് കളിച്ചിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഇരുന്ന് കൊണ്ട്. നിങ്ങളെടുത്ത് നമുക്കിരുന്ന് കളിക്കാം. സോ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് രാവിലെ നടത്തുന്ന എലക്യൂഷൻ കോമ്പറ്റീഷൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഗീതാഞ്ജലി ഫ്രം സെക്കൻഡ് ഇയർ സോഷ്യോളജി.
Yay! ഹോ, ഗീതു. ഓ, ഞാൻ അപ്പോഴേ മനസ്സിൽ വിചാരിച്ചു അവൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് എന്ന്. ഓ, സന്തോഷമായി എനിക്ക്. ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗൗരി ഹർഷൻ, സെക്കൻഡ് ഇയർ സോഷ്യൽ സ്റ്റഡീസ്. ആൻഡ് തേർഡ് പ്രൈസ് ഫോർ നിവേദിത ഫ്രം ഫസ്റ്റ് ഇയർ സോഷ്യോളജി. ആ, ഏ ഏ ആ, ഇവിടെ സന്തോഷം കുറച്ച് മതി. കാരണം ഫസ്റ്റ് എൻ്റെ ഗീതുവിന് തന്നെയാണല്ലോ. അതുകൊണ്ട് എവിടെയൊക്കെ വിജയം വിജയം അത് എന്നെ ബാധിക്കാൻ പോകുന്നില്ലല്ലോ. ഗീതുവിൻ്റെ വിജയമാണ് എൻ്റെയും വിജയം. എവരോടൊക്കെ പോവാൻ പറ. സത്യം പറഞ്ഞാൽ ഇതിനെ അസൂയ എന്ന് വേണം പറയാൻ. പക്ഷേ പുരോഗമന രീതിയിൽ നമുക്കിതിനെ എന്തിനാണ് സ്നേഹം എന്നൊക്കെ വിളിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഗീതു ലക്കി തന്നെ. ഐ എം ജലസ് ഓഫർ.